ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആശാളിപ്പാലാണ്. ആശാളി വിത്ത് അല്ലെങ്കിൽ ഹാലിം സീഡ് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ ഔഷധ ഗുണമുള്ളതാണ് ഹാലിം സീഡ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഹാലിം സീഡ് കണ്ടാൽ നമ്മുടെ ഫ്ലാക്സ് സീഡ് പോലെ ഇരിക്കും. ഫ്ലാക്സ് സീഡിൻ്റെ അത്രയും വലിപ്പമില്ല, പക്ഷേ കളറൊക്കെ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആശാളി വിത്ത് എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വയ്ക്കണം. ഒരു അരമണിക്കൂർ കുതിരാൻ വയ്ക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ അത് നമ്മുടെ ചിയാ സീഡൊക്കെ കുതിർന്ന പോലെ ഒരു ജെല്ലി ഫോമിൽ ഇങ്ങനെ ആയിട്ടുണ്ടാവും. കണ്ടില്ലേ ഇങ്ങനെ. ഇനി അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ മധുരത്തിന് ആവശ്യമായ കരിപ്പട്ടിയും ചേർക്കുക. ശർക്കരയോ പഞ്ചസാരയൊക്കെ ചേർക്കാം, പക്ഷേ കരിപ്പട്ടി ചേർക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഇനി അതിനെ ആശാളി വിത്തൊക്കെ നന്നായിട്ട് വെന്ത് ശർക്കരയൊക്കെ ഉരുകി തിളച്ച് ഒന്ന് കുറുകി വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ആശാളി വിത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയാം. ആശാളി വിത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അയൺ കണ്ടൻറ്റ്, അതുപോലെ കാൽസ്യം ഒക്കെ വളരെ കൂടുതലാണ്. മുലപ്പാൽ വർധനവിനും ആർത്തവ ക്രമക്കേടുകൾക്കൊക്കെ വളരെ നല്ലതാണ് ഈ ആശാളിപ്പാൽ കഴിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആശാളി വെന്ത് റെഡിയായി. ഇനി അതിലേക്ക് നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂട് പാലാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആശാളിപ്പാൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് വളരെയധികമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആഴ്ചയിൽ 2-3 ദിവസം കഴിക്കാവുന്നതാണ്. സ്ഥിരമായി കഴിക്കാം. കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും കഴിക്കണം. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതൊരു സ്ഥിരമായി കഴിക്കാം. അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ആശാളി വിത്തിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആശാളിപ്പാൽ വളരെ ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.